റഷ്യ ഉക്രൈൻ സംബന്ധമായ നിരവധി പ്രധാന വാർത്തകൾ നമ്മൾ മുൻപ് വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ യുദ്ധം അവസാനിക്കാനുള്ള ഒരു യഥാർത്ഥ ഗ്രീൻ സിഗ്നൽ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യ ഇത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം നിർത്താം, അടുത്ത ഘട്ടത്തിൽ ഉക്രൈൻ ഇത് ചെയ്താൽ മാത്രം മതി എന്ന രീതിയിൽ അമേരിക്കയോട് ചില മാറ്റങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ യുദ്ധം അവസാനിക്കാൻ ഉക്രൈൻ അത്ര താല്പര്യം ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇന്നലെ രാത്രിയിൽ മോസ്കോയിലും അതിനടുത്തുള്ള മേഖലകളിലും 230-ലധികം ഡ്രോണുകൾ അയച്ച് ഉക്രൈൻ ആക്രമിച്ചിട്ടുണ്ട്. ആ ഒരു രാത്രി കൊണ്ട് റഷ്യക്കെതിരായ ഇത്ര കൂടുതൽ എണ്ണം ഡ്രോണുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാദ്യമായാണ്. ഇതിനുത്തരമായി റഷ്യയും ഒരു പ്രദേശത്ത് തിരിച്ചടിച്ചിരിക്കുകയാണ്. ദിവസേന റഷ്യ ആക്രമിക്കുന്നു, ഉക്രൈൻ തിരികെ ആക്രമിക്കുന്നു എന്നൊക്കെ കേട്ടാലും തുടർച്ചയായി ഇങ്ങനെ ആക്രമണം നടത്താറില്ല. സാധാരണയായി ഉക്രൈൻ ഏതെങ്കിലും ഒരു വലിയ ആക്രമണം നടത്തിയാൽ മാത്രമേ റഷ്യ തിരിച്ചടിക്കാറുള്ളൂ. ഇതിനാൽ ഈ 230 ഡ്രോൺ ആക്രമണം ഈ സമയം അഥവാ ഈ സമാധാന ചർച്ചകൾ നടക്കുന്ന സമയത്ത് നടന്നതുകൊണ്ട് സമാധാനം ഇവിടെ ആർക്ക് വേണ്ട എന്നുള്ളത് വ്യക്തമാണ്. ഫ്ലോറിഡയിൽ ഉക്രൈൻ ഉദ്യോഗസ്ഥരും അമേരിക്കൻ ഉദ്യോഗസ്ഥരും 4 മണിക്കൂറിലേറെയായി ഒരു പ്രധാനപ്പെട്ട ചർച്ച നടത്തി. ചർച്ച കഴിഞ്ഞതോടെ അമേരിക്കൻ വശത്തു നിന്നും ഒരു പോസിറ്റീവ് സിഗ്നൽ ലഭിച്ചു. ഉക്രൈൻ വശത്തു നിന്നും ഒരു പോസിറ്റീവ് പ്രതികരണം ഉണ്ടായി. അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വളരെ ആഗ്രഹിക്കുന്നു, ഉക്രൈൻ സഹകരിക്കാൻ തയ്യാറാണ് എന്ന്. ആരംഭത്തിൽ അമേരിക്ക പ്രഖ്യാപിച്ച ചില പദ്ധതികൾ ഉക്രൈന് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നതായി അവർ ചർച്ചയിൽ പറഞ്ഞപ്പോൾ അമേരിക്ക അവ മാറ്റാൻ സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്തു. അതിനാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിൽ ഇനി പ്രശ്നമൊന്നും ഇല്ല എന്നവർ വ്യക്തമാക്കി. എന്നാൽ ഇതിന് ശേഷമാണ് ഉക്രൈന്റെ യഥാർത്ഥ സ്വഭാവം, ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അവരുടെ നിലപാട് വീണ്ടും വ്യക്തമാകുന്നത്. എല്ലാവരും കരുതിയത് ഇങ്ങനെ ഒരു പോസിറ്റീവ് സമീപനത്തെ തുടർന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു സീസ് ഫയർ പ്രഖ്യാപിക്കാം, ഇരുവശവും വെടിനിർത്തൽ പാലിക്കും എന്നായിരുന്നു. പക്ഷേ രാത്രി 11:30-12 മണിയോടെ മോസ്കോയുടെ പുറം പ്രദേശങ്ങളിൽ എയർ റെയ്ഡ് അലാറം മുഴങ്ങി. ബ്രയാൻസ്ക്, റോസ്റ്റോ തുടങ്ങിയ അതിർത്തിക്ക് സമീപമുള്ള 9 മേഖലകളിൽ ഡ്രോൺ മുന്നറിയിപ്പ് നൽകി. തുടർന്ന് റഷ്യയുടെ മൊബൈൽ ഡിഫൻസ് യൂണിറ്റുകളും ബക് പങ്ഷീർ പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളും സജീവമാക്കി. പക്ഷെ ഡ്രോണുകൾ മോസ്കോയിലേക്ക് എത്തിയില്ല. ബ്രയാൻസ്ക് മേഖലയിൽ അവിടെ മാത്രം 60-ലധികം ഡ്രോണുകളെ തകർത്തതായി റിപ്പോർട്ടുണ്ട്. ഉക്രൈൻ പക്ഷെ ഇതിന് ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുത്തിട്ടില്ല. അവർ സാധാരണയായി കവേർഡ് ഓപ്പറേഷൻ രീതിയിലാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്താറുള്ളത്. നേരിട്ട് ഞങ്ങളാണ് ചെയ്തത് എന്നൊന്നും പറയാറില്ല. പക്ഷേ ഈ ആക്രമണം ചെയ്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉക്രൈൻ എന്ത് പറഞ്ഞാലും ഇതുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ യുദ്ധത്തെക്കുറിച്ച് അറിയാവുന്ന ആരും ഈ ഒരു സംഭവം വിശ്വസിക്കില്ല. റഷ്യയുടെ അഭിപ്രായത്തിൽ സമാധാനം ആഗ്രഹിക്കാത്തത് ഉക്രൈനാണ്. സമാധാനം കൊണ്ടുവരുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ ഒരേ സമയം 230 ഡ്രോണുകൾ ഞങ്ങളുടെ മേൽ പ്രയോഗിക്കുന്നത് സമാധാന ചർച്ചകൾ വഴിതെറ്റിക്കാനുള്ള നീക്കമാണ്. ട്രെയിൻ പാളം വിട്ട് തെറ്റിപ്പോകുന്നത് പോലെ ഇപ്പോൾ നടന്ന ഈ ആക്രമണം സമാധാന ചർച്ചകളിൽ അവിടെ തീരുമാനിച്ച പാതയിൽ നിന്നും പുറത്തേക്ക് തള്ളി മാറ്റാൻ ഉക്രൈൻ ശ്രമിക്കുന്നുവെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കും, മറുവശത്ത് ഇങ്ങനെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നു. ഇതാണ് റഷ്യ ചൂണ്ടിക്കാട്ടിയത്. ഉക്രൈൻ ഒരിക്കലും മറക്കരുതാത്തൊരു കാര്യം, ഇതേ പ്രവൃത്തി റഷ്യ ചെയ്യുകയാണെങ്കിൽ ഉടൻ ഉക്രൈൻ ഒരു വിക്ടിം കാർഡ് എടുത്ത് പൊക്കും. യൂറോപ്യൻ യൂണിയനും ഉടനെ റഷ്യയെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ നിത്യേന നടക്കുന്ന കാര്യമാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉക്രൈൻ എന്ത് ചെയ്താലും അമേരിക്ക ഈ ഒരു പ്രശ്നം ഇപ്പോൾ കൈവിട്ട് കളയില്ല. കാരണം അവരുടെ ശ്രദ്ധ ഇപ്പോൾ വെനസ്വേലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ അമേരിക്ക വെനസ്വേലയിലൂടെ ഒരു സൈനിക നടപടി ആരംഭിച്ചാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യമായി വരും. ഈ ഒരു ഭാഗത്തുള്ള സമ്മർദ്ദം കുറച്ചാൽ മാത്രമേ അവർ ആ പ്രദേശത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ ഈ യുദ്ധത്തെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ അമേരിക്ക വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് ആയ സ്റ്റീവ് വിറ്റ്കോഫ് ഇന്നലെ ക്രെംലിനിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പുടിനെയും റഷ്യൻ വിദേശകാര്യമന്ത്രിയും അദ്ദേഹം കണ്ടിട്ടുണ്ടാകും. ഉക്രൈൻ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ ഈ യോഗത്തിൽ നടക്കും. അമേരിക്ക മുന്നോട്ട് വെച്ച 28 പോയിന്റ്സ് അതിന് റഷ്യ ഓക്കെ പറഞ്ഞു. അതായത് ഉക്രൈൻ സറണ്ടർ ആവുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതമാണെന്നും പറഞ്ഞു. ഇതിൽ ഉക്രൈൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലോ. ആ പുതിയ മാറ്റങ്ങൾ റഷ്യക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിക്കുമ്പോൾ സംഭവിക്കുന്നത് റഷ്യക്ക് ഇതിൽ ഏതെല്ലാം അംഗീകരിക്കാൻ സാധിക്കും, ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഏതൊക്കെ പോയിന്റിലാണ് പ്രശ്നം, റഷ്യൻ നേതൃത്വത്തിൽ അന്തിമ തീരുമാനം എന്തായിരിക്കും, ഇതൊക്കെ അടുത്ത ഘട്ടത്തിലായിരിക്കും പുറത്തു വരിക. ഇതാണിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ ഇവിടെ ഒരു ബാർഗെയിനിങ് നടക്കും. ഉക്രൈൻ എന്ന ഒരു രാജ്യത്തെ പിന്നിലോട്ട് മാറ്റി നിർത്തിയിട്ട് ഉക്രൈനെ ഒരു കാരണമായി കാണിച്ച് അമേരിക്കയും റഷ്യയും അവരുടെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് പോകും.
പ്രധാനമായും വെനിസുലയെ കുറിച്ച് ഇവിടെ ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. വെനിസുല എന്നത് റഷ്യയുടെ വലിയ പിന്തുണയുള്ള രാജ്യമാണ്. റഷ്യൻ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അതിനാൽ അമേരിക്ക ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കും പറയുക. ഉദാഹരണത്തിന്, വെനിസുലയ്ക്ക് റഷ്യ ഇനി ഇങ്ങനെയുള്ള നിർണായക ഘടകങ്ങൾ നൽകരുത്, ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഇറാനെതിരെ സൈനിക നടപടി എടുക്കുകയാണെങ്കിൽ നീ ഇതിൽ ഇടപെടരുത്. ഈ രീതിയിലൊക്കെ അവർ പരസ്പരം സംസാരിക്കും. ഇതൊരു ഉദാഹരണത്തിന് മാത്രമാണ്. ഇത് നിന്റെ മേഖലയിൽ ഞാൻ ഇടപെടില്ല, ഇത് എന്റെ മേഖല, നീ ഇടപെടരുത്. ഈ തരത്തിലും അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു പിന്തുണ വിരോധ സമവാക്യങ്ങൾ ഒപ്പിടാനാണ് സാധ്യത. ഇതെല്ലാം ഒരു തിരശീലയ്ക്ക് പിന്നിൽ നടക്കും. ഇതിൽ നിർണായക ഭാഗമായി മാറാൻ പോകുന്നത് ഉക്രൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമോ? സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയുമായി ചർച്ച നടത്തുമ്പോൾ കാര്യങ്ങളെല്ലാം അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ, സെലൻസ്കി അധികാരത്തിലുള്ളിടത്തോളം കാലം ഇതൊന്നും നടക്കില്ല. ഞാൻ ഇതൊരു അതിശയോക്തിയായി പറയുന്നതല്ല, യാഥാർത്ഥ്യമാണ്. സെലൻസ്കി സർക്കാർ അധികാരത്തിൽ നിന്നും മാറിയില്ലെങ്കിൽ ഉക്രൈൻ സമാധാനത്തിലേക്ക് നീങ്ങാൻ പോകുന്നില്ല. കാരണം സെലൻസ്കിയുടെ ഒരു വ്യക്തി അഭിമാനം, ഈഗോ, ഈ മുഴുവൻ വിഷയത്തിലും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അത് സാധാരണമായിരിക്കാം. പക്ഷേ ഉക്രൈന് നല്ലതാകണമെങ്കിൽ ചില കാര്യങ്ങൾ അവർ വിട്ടുകൊടുക്കേണ്ടി വരും. ഇപ്പോൾ സമയവും വളരെ പ്രധാനമാണ്. 4-ാം തീയതിയും 5-ാം തീയതിക്കും ഇടയിൽ പുടിൻ ഇന്ത്യയിലേക്ക് വരുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഇന്ത്യ സന്ദർശനത്തിന് മുൻപായി തന്നെ ഈ യുദ്ധ ചർച്ചകളിലൂടെ പ്രധാനപ്പെട്ട ഡീലുകൾ തീർപ്പാക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ അമേരിക്ക റഷ്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയാൽ അതിന്റെ പ്രതിഭാസം ഇന്ത്യ സന്ദർശനത്തെയും ബാധിക്കും. പുടിൻ ഇന്ത്യയെ സമ്മതമാക്കാൻ നിരവധി ഓഫറുകളും കരാറുകളും മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ മുഴുവൻ പ്രശ്നവും വെനിസുല, ഇറാൻ എന്നിവയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലനവും ഇന്ത്യയിലെ ചർച്ചകളിൽ കാണാം. ഈ സ്റ്റീവ് വിറ്റ്കോഫ് നടത്തിയ ചർച്ചകളുടെ ഫലം എന്തായിരിക്കും? ഇതിനെ ആശ്രയിച്ചാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം എങ്ങനെയാകുമെന്നും തീർച്ചപ്പെടുത്താൻ കഴിയുക. ഡീൽ ഓക്കെ ആവുകയാണെങ്കിൽ സാധാരണ ഒരു നയതന്ത്ര സന്ദർശനം, കുറച്ച് പ്രഖ്യാപനങ്ങൾ, അതോടുകൂടി കാര്യങ്ങളെല്ലാം അവസാനിക്കും. അവസാനമായി ഉക്രൈൻ 230 ഡ്രോണുകൾ ഉപയോഗിച്ചതിന്റെ മറുപടിയായി റഷ്യ ടെർണോപ്പിൾ നഗരത്തിലേക്ക് 60-ൽ കൂടുതൽ ഡ്രോണുകൾ അയച്ചതായി അറിയിച്ചു. അവിടെ ഒരു പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ ഫാക്ടറി, മുൻപ് റഷ്യൻ ആക്രമണത്തിൽ കേടായ ഭാഗങ്ങൾ, ഉക്രൈൻ വീണ്ടും ഡ്രോൺ നിർമ്മാണം പുനരാരംഭിച്ച മേഖല, ഇവയെല്ലാം ലക്ഷ്യമാക്കിയായിരുന്നു ഈ ആക്രമണം. ഉക്രൈൻ പറയുന്നത് 40 ഡ്രോണുകളെ ഞങ്ങൾ തകർത്തു, ബാക്കിയുള്ളവയിൽ വളരെ കുറച്ച് മാത്രമാണ് ആഘാതം ഉണ്ടായത് എന്ന്. പക്ഷേ ലഭിക്കുന്ന ദൃശ്യങ്ങൾ, വിഷ്വൽ ഫുട്ടേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഉക്രൈൻ പറഞ്ഞത് അവിടെ പൂർണ്ണമായും ഒരു പൊരുത്തക്കേട് തോന്നുകയാണ്. കുറഞ്ഞത് 30 ഡ്രോണുകളെങ്കിലും ആ ഫെസിലിറ്റിയിൽ തട്ടി നാശം വരുത്തിയിട്ടുണ്ടാകും. ഇതൊന്നും ഉക്രൈന് പ്രയോജനമല്ല. കാരണം ഉക്രൈൻ റഷ്യക്കെതിരെ എന്ത് ചെയ്താലും റഷ്യ അതിന്റെ പ്രതികാരം ഉക്രൈനുള്ളിൽ തന്നെ തിരിച്ചു നൽകുന്നുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രശ്നമേ അല്ല. ദുരിതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. കൂടാതെ സെലൻസ്കിയുടെ സർക്കാരിലെ ചില അംഗങ്ങൾ പോലും അഴിമതി കുറ്റാരോപണങ്ങൾ നേരിടുന്നുണ്ട്. അവരൊക്കെ യൂറോപ്പിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സെലൻസ്കി തന്നെ വലിയ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ സ്വർണം കൊണ്ടുള്ള ബാത്റൂം നിർമ്മിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള നേതൃത്വത്തെ ആശ്രയിച്ച് ഉക്രൈൻ തുടർന്നു കൊണ്ടുപോകുന്നത് രാജ്യത്തിന്റെ ഭാവിക്ക് ഒട്ടും നല്ലതല്ല. റഷ്യ ആക്രമിക്കുന്നു, റഷ്യ അധിനിവേശം നടത്തുന്നു, ഇതെല്ലാം ഉക്രൈൻ ദോഷം തന്നെയാണ്. പക്ഷേ ഉക്രൈനുള്ളിലെ രാഷ്ട്രീയം പോലും ഉക്രൈനെതിരെയാണ് നടക്കുന്നത്. അതിനാൽ ഉടൻ തന്നെ സമാധാന ചർച്ചകൾ വിജയിക്കണം. ഉക്രൈൻ ഈ രീതിയിൽ തുടർന്നാൽ നഷ്ടം ഉക്രൈൻ ജനങ്ങൾക്കാണ്, രാഷ്ട്രീയ നേതാക്കൾക്കല്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.